വെയിറ്റർ, എനിക്ക് സ്പൈസി ചില്ലി പൊട്ടറ്റോ 2 ഫുള്ളും പിന്നെ കൂൾ ഡ്രിങ്ക്സും എടുത്തോളൂ. വേണ്ട അഞ്ജന, എനിക്ക് ഫുൾ പ്ലേറ്റ് ഒന്നും വേണ്ട. എനിക്ക് ഹാഫ് ചില്ലി പൊട്ടറ്റോ പറഞ്ഞാ മതി, അതും ഹണി ഇട്ടത്. എടി, ആ 2 പ്ലേറ്റും ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞതാ. നീ നിനക്ക് ഓർഡർ ചെയ്തോ? നീ 2 പ്ലേറ്റ് ഒറ്റയ്ക്ക് കഴിക്കുമോ? പിന്നെ അല്ലാതെ, നിനക്കറിയില്ലേ എനിക്ക് ചില്ലി പൊട്ടറ്റോ എത്ര ഇഷ്ടമാണെന്ന്. നന്നായിട്ടറിയാം. പിന്നെ ഇതും അറിയാം, ഇന്നലെ നീ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും 2 നേരവും വീട്ടിൽ നിന്റെ ഫേവറേറ്റ് ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കിയാ കഴിച്ചതെന്ന്. പുറത്തു വന്നിട്ടും നീ ഇത് തന്നെ കഴിക്കുന്നോ? ആണെങ്കി അതിനിപ്പെന്താ? നീ സംസാരം നിർത്തിയിട്ട് നിനക്കെന്തെങ്കിലും ഓർഡർ ചെയ്. ചില്ലി പൊട്ടറ്റോ കഴിച്ച് അഞ്ജന അവളുടെ വീട്ടിലെത്തി. അഞ്ജന ഗ്രാജുവേഷൻ കഴിഞ്ഞതേയുള്ളൂ. അവൾ അവളുടെ കോളേജിൽ പഠിക്കുന്ന നമിത് എന്നൊരു പയ്യനുമായി ഇഷ്ടത്തിലായിരുന്നു. കോളേജ് കഴിഞ്ഞ് നമിത് ഒരു MNC കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അഞ്ജനയ്ക്ക് ഭക്ഷണം വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. കഴിച്ചു കഴിഞ്ഞ് അവൾ അടുത്ത ദിവസങ്ങളിൽ ഉറപ്പായും ചില്ലി പൊട്ടറ്റോയും ഉണ്ടാക്കും. ഒരിക്കൽ അഞ്ജന നമിത്തിനെ വിളിച്ചപ്പോൾ ഫോൺ വേറെ ആരോ എടുത്തു. നമിത്, നീ എവിടെയാ? എപ്പോൾ വരും? എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുവാ? ഞാൻ നമിത്തിന്റെ കൂട്ടുകാരനാ. നിങ്ങൾ വേഗം വീട്ടിലോട്ട് വാ, അവന് ആക്സിഡന്റ് ആയി. എന്താ നിങ്ങൾ പറയുന്നത്? അവന് കുഴപ്പമില്ലല്ലോ, ഞാൻ ഇപ്പോ വരാം. അഞ്ജന വേഗം നമിത്തിന്റെ വീട്ടിലെത്തി. അവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു. നമിത്, നീ എവിടെയാ? പെട്ടെന്ന് ലൈറ്റ് ഓണായി. അവൾക്ക് നേരെ പൂക്കളും വീണു. അഞ്ജന നോക്കുമ്പോൾ വീട് മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു. അവളുടെ മുൻപിൽ ഒരു വലിയ കേക്കുമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. എന്റെ സർപ്രൈസ് എങ്ങനെയുണ്ട്? നിനക്ക് വട്ടാണോ നമിത്? ഞാൻ എത്ര പേടിച്ചെന്നറിയാമോ? ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു. അപ്പോൾ നമിത്തിന്റെ അമ്മയും സഹോദരിയും അങ്ങോട്ട് വന്നു. നീ പറഞ്ഞത് ശരിയാ മോളെ, ഇവന് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കരുത്. ആന്റി, നിങ്ങൾ? ആന്റി എന്നല്ല, അമ്മയെന്ന് വിളിക്കേണ്ട സമയമായി. കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആലോചനയുമായി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇത് കേട്ട് അഞ്ജന നാണിക്കാൻ തുടങ്ങി. അവളങ്ങനെ കേക്കും കട്ട് ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ 2 കുടുംബങ്ങളും കണ്ടുമുട്ടി എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. അഞ്ജന തന്റെ ഭർത്താവിന്റെ വീട്ടിലും വന്നു. അവിടെ അമ്മായിയമ്മ ലത ആരതിയും ഒഴിഞ്ഞു. മോളെ, ഇന്നത്തെ ചടങ്ങിൽ നീ ഒരുപാട് ക്ഷീണിച്ചു കാണും. നീ ഇപ്പോൾ പോയി വിശ്രമിക്ക്. നാളെ നിനക്ക് ആദ്യമായി അടുക്കളയിൽ കയറാനുള്ളതല്ലേ? ശരിയമ്മേ. അഞ്ജന രാവിലെ തന്നെ എഴുന്നേറ്റ് ചടങ്ങിനായി തയ്യാറായി. അപ്പോൾ അമ്മായിയമ്മ സുമിത്ര അവിടേക്ക് വന്നു. അമ്മേ, ഞാൻ ആദ്യമായിട്ട് എന്താ ഉണ്ടാക്കേണ്ടത്? മോളെ, നിനക്ക് എന്തിഷ്ടമാണോ അത് ഉണ്ടാക്കിക്കോ. എന്തായാലും ഞങ്ങൾ കഴിക്കും. ശരിയമ്മേ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനം കഴിച്ചാൽ നിങ്ങളുടെ വായിൽ നിന്നും വെള്ളമൂറും. പുതുമരുമകൾ അടുക്കളയിൽ കയറി തന്റെ ആദ്യ അടുക്കളയിൽ എന്തുണ്ടാക്കിയെന്നാൽ എന്താണോ അവൾക്കിഷ്ടം, അതായത് എരിവുള്ള ചില്ലി പൊട്ടറ്റോ. അയ്യോ, എന്റെ വായിൽ നിന്ന് തന്നെ വെള്ളമൊഴുകുന്നു ഈ ചില്ലി പൊട്ടറ്റോ കണ്ടിട്ട്. കല്യാണത്തിന്റെ തിരക്കിനിടയ്ക്ക് 4-5 ദിവസമായിട്ട് കഴിക്കാനേ പറ്റിയിട്ടില്ല. എരിവ് കഴിക്കാത്തോണ്ട് പ്രശ്നമായി പോയി. ഇപ്പോൾ അമ്മയുടെ അനുവാദം കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം. അങ്ങനെ അഞ്ജന വേഗം കടായിൽ എണ്ണ ചൂടാക്കി. അതിൽ ഉരുളക്കിഴങ്ങ് വെട്ടിയിട്ട് ഫ്രൈ ചെയ്തു. അവൾക്ക് നന്നായി ഉണ്ടാക്കാൻ അറിയാവുന്ന എരിവുള്ള ചില്ലി പൊട്ടറ്റോ തയ്യാറാക്കി. ഇപ്പോൾ കാണാം എന്റെ ചില്ലി പൊട്ടറ്റോ കഴിച്ചിട്ട് വായിൽ നിന്നും വെള്ളം ഒഴുകുന്നത്. ഓ, അത് ഓർത്തിട്ട് തന്നെ എന്റെ വായിൽ നിന്നും വെള്ളം വരുന്നു. വേഗം പോയി എല്ലാവരുടെയും ഒപ്പം പോയിരുന്ന് കഴിക്കാം. ആദ്യം അമ്മയ്ക്കൊന്ന് പോയി കൊടുക്കാം. പുതുമരുമകൾ വേഗം തന്നെ ഡൈനിങ് ടേബിളിൽ എല്ലാവർക്കും ചില്ലി പൊട്ടറ്റോ വിളമ്പി. കഴിക്കമ്മേ, കഴിക്കുന്നേ. ആ ശരി മോളെ, ഇത് നല്ല ചൂടുണ്ട്, പുകയൊക്കെ വരുന്നു. ഇതെന്താ ഇങ്ങനെ? നീ എന്താ ഇങ്ങനെ ഉണ്ടാക്കിയത്? അമ്മ, ഇത് ചില്ലി പൊട്ടറ്റോയാ അല്ലേ ചേച്ചി? എനിക്കും ഇത് ഒരുപാട് ഇഷ്ടമാ. ആഹാ, എനിക്ക് കഴിക്കാനായി ഒരു കൂട്ട് കിട്ടി. കഴിക്കൂ, എല്ലാവരും കഴിക്കുന്നേ. എന്നാൽ നീയും വന്നിരിക്കേ, ഞങ്ങളുടെ ഒപ്പം കഴിക്കേ. നമിത് എപ്പോൾ ആ ചില്ലി പൊട്ടറ്റോ കുറച്ചെടുത്ത് കഴിച്ചോ, അവന്റെ വായിൽ നിന്നും പുക വരാൻ തുടങ്ങി. ഓഹോ, അയ്യോ, ഇവന്റെ അച്ഛൻ പോയിട്ട് ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും അവന്റെ അച്ഛനെക്കുറിച്ച് അവന് ചിന്തയുണ്ട്. അയ്യോ, വെള്ളം തായോ, എന്റെ വാ കത്തുന്ന്. ഇതിലെന്താ മുളക് പൊടിയുടെ പാട്ട വല്ലതും വീണോ? ഓ എന്റെ ദൈവമേ, എന്തൊരു എരിവാ ഇതിന്. ഞങ്ങളെയൊക്കെ എരിയിച്ചു കൊല്ലാനുള്ള പണിയാണോ മോളെ? ഞാൻ എന്റെ ചെറുപ്പത്തിൽ പോലും ഇത്രയും എരിവ് കഴിച്ചിട്ടില്ല. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കഴിക്കേണ്ടി വന്നു. എന്നാൽ അവർ അഞ്ജനെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അവൾ ഒരു കുലുക്കവുമില്ലാതെ ആ എരിവെല്ലാം കഴിച്ചു. ഇത്രയുള്ളൂ നിങ്ങൾ? ചില്ലി പൊട്ടറ്റോയിൽ ചില്ലി ഇട്ടില്ലെങ്കിൽ പിന്നെങ്ങനെ അത് ചില്ലി പൊട്ടറ്റോയാകും? പറ. ചേച്ചി ഉണ്ടാക്കിയതൊക്കെ കൊള്ളാം, പക്ഷേ കുറച്ച് എരിവ് കൂടുതലാ. അതേ മോളെ, ഭക്ഷണം എനിക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്രയും എരിവൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വെളിയിൽ ഓർഡർ ചെയ്യുക. എനിക്കും ചെയ്തോ മോനെ? നിങ്ങൾ ആരും ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും.
അഞ്ജന വളരെ സന്തോഷത്തിൽ ചില്ലി പൊട്ടറ്റോ കഴിച്ചു. അങ്ങനെ അവൾ എല്ലാ ദിവസവും ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ മുൻപത്തേക്കാൾ എരിവ് കുറച്ചിട്ടു. എന്നാൽ ദിവസവും ചില്ലി പൊട്ടറ്റോ കഴിച്ച് നമിത് പറഞ്ഞു, ഇങ്ങനെ ദിവസവും ദിവസവും ചില്ലിപ്പൊട്ടറ്റോ കഴിക്കരുത്. നിങ്ങളും ഇനി കഴിക്കാൻ നിൽക്കണ്ട. ജീവനും ആരോഗ്യത്തിനും നല്ലതല്ല അത്. എന്താ മോനെ, ഇത് ഉരുളക്കിഴങ്ങല്ലേ? നീ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട. മോളെ, നീ ഇവന് വേണ്ടി സാധാരണ ഭക്ഷണം ഉണ്ടാക്ക്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ അവർക്ക് മൂന്നുപേർക്കും അടുത്തില്ല. ഒരു രാത്രി സുമിത്രയ്ക്ക് പെട്ടെന്ന് തല കറങ്ങുന്നതായി തോന്നി. അവർ മയങ്ങി വീഴുകയും ചെയ്തു. അവരെ വേഗം ഹോസ്പിറ്റലിലും എത്തിച്ചു. ഇവർ നാളുകളായി ഉരുളക്കിഴങ്ങ് മാത്രമാണല്ലേ കഴിക്കുന്നത്, അതും എരിവുള്ളത്. അത് കാരണം ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ട്. അതിന്റെ കൂടെ ടെസ്റ്റിലൂടെ മനസ്സിലായി ഇവർക്ക് ഷുഗറുമുണ്ട്. ഇനിയും ദിവസങ്ങളോളം ഇങ്ങനെ തന്നെ കഴിച്ചാൽ എന്താകുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അഞ്ജനെ നോക്ക്, നീ കാരണം ഇന്ന് എന്റെ അമ്മയുടെ ജീവൻ തന്നെ ആപത്തില്ല. അതുകൊണ്ടാണ് ദിവസവും അത് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത്. അഞ്ജനയ്ക്ക് തന്റെ തെറ്റപ്പോൾ മനസ്സിലായി. അവൾ ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കുന്നത് അന്ന് തന്നെ നിർത്തി. അന്നു മുതൽ അവളും ഹെൽത്തി ആഹാരം കഴിച്ചു. തന്റെ കുടുംബത്തിനും അവൾ ഹെൽത്തി ഭക്ഷണം കൊടുത്തു. വൃന്ദയ്ക്ക് 2 പെൺമക്കളല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. മൂത്ത മകൾ സുനേന പണക്കാരനായ ആകാശിനെ കല്യാണം കഴിച്ച് നഗരത്തിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ വൃന്ദയുടെ ഇളയ മകളായ വർഷയുടെ കല്യാണവും അതേ നഗരത്തിലെ സാധാരണ ഒരു പയ്യനുമായി നടന്നു. ആ നഗരത്തിൽ മൂത്ത മകളും ഉണ്ടായിരുന്നു. കുറെ നാളായി വൃന്ദ സ്വന്തം മക്കളെ ഒന്ന് കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ മക്കളെ ഒന്ന് കാണാൻ നഗരത്തിലേക്ക് പോകാമെന്ന് കരുതി. രാമലാലേ, മക്കളെ കാണാൻ പോവാ. നല്ല ലഡുവും മുറുക്കും ഒക്കെ തരണം. നല്ല നെയ്ല് വേണം ഉണ്ടാക്കാൻ. ഞാൻ അവരെ കണ്ടിട്ട് വന്നിട്ട് പൈസ തരാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട വൃന്ദ ചേച്ചി, മധുര പലഹാരങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. നിങ്ങളുടെ മോളുടെ ഭർത്താവിൻ്റെ വീട്ടുകാര് എന്തായാലും നിങ്ങളെ പുകഴ്ത്തി പറയും. അങ്ങനെയുള്ള മധുര പലഹാരങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അറിയാവോ? ശരി ശരി, ആയി കഴിയുമ്പോ ഒന്ന് വീട്ടിലേക്ക് വന്ന് തന്നേക്കണം. രാവിലത്തെ ബസ്സിന് എനിക്കങ്ങോട്ട് പോകണം. അങ്ങനെ രാവിലെ തന്നെ ബസ് കയറി വൃന്ദ നേരെ മൂത്ത മകളായ സുനേനയുടെ വീട്ടിലേക്ക് പോകും. വൃന്ദ 2 മക്കളോടും വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. പെട്ടെന്ന് അമ്മയെ കാണുമ്പോ തന്നെ സുനേനയുടെ മുഖം വല്ലാണ്ട് തന്നെയാകും. അമ്മ, എന്താ ഇവിടെ പെട്ടെന്ന്? എന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ കരുതി പെട്ടെന്ന് എന്നെ കാണുമ്പോ നിനക്ക് സന്തോഷാവൂല്ലോ. നിനക്ക് ഞാൻ വന്നത് ഇഷ്ടായില്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല അമ്മ. കെട്ടിച്ചു വിട്ടത് വലിയ വീട്ടിലല്ലേ അമ്മ, അതുകൊണ്ടാ. അമ്മയ്ക്കറിയാലോ, ഇവിടെ വലിയ വലിയ ആൾക്കാർ എപ്പോഴും വന്നും പോയിരിക്കും. അമ്മ പെട്ടെന്ന് വന്നതുകൊണ്ടേ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അതാ. ഇന്ന് ആകാശ് ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സേ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ കാര്യം നോക്കണം. അമ്മ ഒരു കാര്യം ചെയ്യ, എന്റെ റൂമിൽ പോയിരുന്നോ. രാമു ചേട്ടൻ അമ്മയ്ക്ക് കഴിക്കാനുള്ള ആഹാരവും ചായയും തരും. ആ മോളെ, ആദ്യം നീ ആകാശിന്റെ കാര്യം നോക്ക് കേട്ടോ. ഞാൻ നിന്റെ റൂമിലിരുന്നോളാം. ആഹാരമൊക്കെ എനിക്ക് പിന്നെ മതി. ഞാൻ വരുന്ന വഴിക്ക് ചപ്പാത്തി അച്ചാറും കൊണ്ടുവന്നായിരുന്നു. എനിക്കാണെ വിശപ്പുമില്ല. ആ മോളെ, പിന്നില്ലേ, രാമുചേട്ടന്റെ കടയിൽ നിന്ന് ഞാനേ മധുരപ്പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കത് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ കാര്യമൊക്കെ പിന്നെ സംസാരിക്കാം. പെട്ടെന്ന് പോയി റൂമിലിരിക്കെ. ഇപ്പൊ ഇതൊന്നും തുറക്കണ്ട കേട്ടോ. സുനേന പറഞ്ഞത് കേട്ട് വൃന്ദയ്ക്ക് ആകെ പടവിഷമമായി. ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നേരെ അങ്ങ് പോയി. 2 മണിക്കൂറായിട്ട് മുറിയിൽ ആരും വന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും വൃന്ദയോട് ചോദിച്ചില്ല. കുറെ നേരം കഴിഞ്ഞ് സുനേനയുടെ ഭർത്താവ് ആകാശ് അങ്ങോട്ടേക്ക് വരും. അവിടെ വൃന്ദ ഇരിക്കണത് കാണുകയും ചെയ്യും. അയ്യോ അമ്മയോ, എപ്പോ വന്നു? അനുഗ്രഹിച്ചാലും. ആ മോനെ, നന്നായി വാ. കുറച്ചേരായി വന്നിട്ട്. സുനേന ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നോട്. മോന്റെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അതുകൊണ്ടാ കാണാതിരുന്നേ. അതെ അതെ, എൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു. അവരെല്ലാം പോയി. എൻ്റെ സുഹൃത്തിൻ്റെ വിവാഹ വാർഷികമായിരുന്നു ഇന്ന്. അയ്യോ സോറി അമ്മ, ഞാൻ മറന്നുപോയി അമ്മ വന്ന കാര്യം. കുറെ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ മറന്നുപോയി. അമ്മ രാമുചേട്ടനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിപ്പിക്കാത്ത എന്ത്? ഇവിടെ അമ്മായി ആണെങ്കിൽ മൂത്ത ചേട്ടത്തിയുടെ വീട്ടിൽ പോയേക്കുവാ, അതാ പ്രശ്നം. ഇല്ലെങ്കിൽ അമ്മായി അമ്മയ്ക്ക് കൂട്ടു തന്നേനെ. അതുകൊണ്ടാ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞേ. രാമുചേട്ടാ, അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കൂ. അയ്യോ വേണ്ട മോളെ, ഞാൻ ഒരു ദിവസത്തേക്ക് വന്നതാ. ഇനി രാത്രി വർഷയുടെ അവിടെ പോയി നിൽക്കാം. നിങ്ങളെ 2 പേരെയും കണ്ടല്ലോ ഞാൻ. പിള്ളേരെവിടെ കാണുന്നില്ലല്ലോ. പിള്ളേരെ അമ്മായിയുടെ കൂടെ പോയേക്കുവാ. 2 ദിവസത്തെ അവധിയല്ലേ, അതുകൊണ്ടാ അങ്ങോട്ട് വിട്ടു. അമ്മ ഞാൻ ലേറ്റ് ആവുന്നു, ഒന്ന് ഒരുങ്ങട്ടെ. അതിനെന്താ മോളെ. ആകാശ് മോനെ, എൻ്റെ അടുത്ത് അധികമൊന്നുമില്ല. ഇതെന്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ച് നിങ്ങൾ 2 പേരും മേടിക്കണോ ഇത്. എല്ലാവർക്കും വേണ്ടി ഞാൻ ലഡുവും മുറുക്കും കൊണ്ടുവന്നിട്ടുണ്ടേ. പിള്ളേർക്ക് കൊടുക്കണേ, കഴിക്കണേ. ഇത് നീയും പിടിച്ചോ. ഇനി എന്ന് കാണുമെന്നറിയില്ല.
എന്തുവാ എപ്പോ നോക്കിയാലും ഇത്രയും അമ്മയ്ക്ക് തരാനുള്ളൂ? ഒരു കാര്യം ചെയ്യ്, ഇത് വർഷയ്ക്ക് കൊണ്ടേ കൊടുത്തേരെ. അവക്കല്ലേ പൈസയുടെ ആവശ്യം. ആകാശ് അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തേരെ. ദിനേശിന് ആവശ്യം വരും. ആ ശരി. അയ്യോ, എന്തിനാ മോളെ ഇങ്ങനെ? ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി. സുനേന പറയണ കേക്ക്. അമ്മ, എനിക്ക് ഓൾറെഡി ലേറ്റ് ആയി. ബ്യൂട്ടി പാർലറിൽ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചേക്കുവാ. എന്താ? എനിക്ക് സമയമൊന്നുമില്ല. പിന്നെ രാമുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആഹാരം കഴിച്ചിട്ട് പോണം. പോകുമ്പോ പറഞ്ഞിട്ട് പോണേ. ഇല്ലല്ലേ, ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കും പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ. ഇവിടെയാണെങ്കിൽ കള്ളന്മാരുടെ ശല്യമുണ്ട്. ഒരുപാട് ആഗ്രഹത്തോടെയാണ് വൃന്ദ മകളെ കാണാൻ വന്നത്. പക്ഷെ സുനേനയുടെ പെരുമാറ്റം സ്വന്തം അമ്മയോട് അത് വളരെ ദുഃഖകരമായിരുന്നു. മൂത്ത മകളുടെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. രാമുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടു. വൃന്ദയുടെ കണ്ണിൽ കണ്ണുനീരായിരുന്നു. അവൾ ആലോചിക്കുകയായിരുന്നു, മൂത്ത മകളുടെ അടുത്ത് നിന്നപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇളയ മകളുടെ അടുത്ത് പോകുമ്പോൾ എന്താകുമെന്ന്. വൃന്ദ ആലോചിച്ച് നടക്കുകയായിരുന്നു റോഡിൽ. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ അവിടെ വന്ന് നിൽക്കും. ആ ഓട്ടോറിക്ഷ ദിനേശിന്റെ ആയിരുന്നു. കാരണം ദിനേശ് ഓട്ടോറിക്ഷക്കാരനായിരുന്നു. ആ അമ്മയോ? അമ്മയെ ഇവിടെ ഇങ്ങനെ കണ്ടതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. അമ്മ നഗരത്തിൽ വന്നിട്ടും പറഞ്ഞില്ലല്ലോ ഇതുവരെ. അമ്മ വന്ന് ഓട്ടോയിലിരിക്കെ, ഞാൻ കൊണ്ടുവിടാം. അത് പിന്നെ ഞാൻ വർഷേനെ കാണാൻ വരികയായിരുന്നു. ആദ്യം സുനേന മോളെ കാണാന്ന് കരുതി. അവളെ കണ്ടിട്ട് വരുന്ന വഴിയാ. കൊള്ളാം, നല്ലത് തന്നെ. വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? വർഷയ്ക്ക് അമ്മയെ കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. അമ്മ വന്ന് ഓട്ടോയിലിരിക്കും. നമുക്ക് തൊട്ടടുത്ത് എവിടെയെങ്കിലും പോയി തണുത്ത വെള്ളം മേടിക്കാം. ദിനേശ് അടുത്തുള്ള കടയിൽ നിന്ന് പോയിട്ട് തണുത്ത വെള്ളം വാങ്ങിച്ച് നേരെ വൃന്ദയ്ക്ക് കൊണ്ടു കൊടുക്കും. ദിനേശ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കും. വൃന്ദയുടെ മുഖത്ത് ഒരിത്തിരി വിഷമവും ഇത്തിരി സന്തോഷവും കാണുന്നുണ്ടായിരുന്നു. കുറച്ചേരം കഴിയുമ്പോൾ ദിനേശ് നേരെ വീട്ടിലേക്ക് എത്തിക്കും. അമ്മ, അമ്മയോ? എത്ര നാളായി അമ്മേനെ കണ്ടിട്ടൊന്ന്. അമ്മയ്ക്ക് അറിയില്ല എന്റെ സന്തോഷം അമ്മേനെ കണ്ടിട്ട്. ഷോ, എനിക്ക് എന്ത് വിഷമായിരുന്നു എന്നറിയോ? ഇദ്ദേഹത്തോട് ഞാൻ എപ്പോഴും പറയാം എനിക്ക് എന്റെ അമ്മയെ കാണണം. എനിക്കിപ്പോ സന്തോഷമായി, എന്റെ അമ്മ വന്നല്ലോ. വരുന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നേ? ആദ്യം സുനേന ചേച്ചിനെ കാണാൻ പോയല്ലേ? ഞാൻ ചെറുതല്ലേ, അതുകൊണ്ട് രണ്ടാമത് കാണാന്ന് കരുതിയല്ലേ? അത് സത്യ. ഞാൻ ആദ്യം സുനേനനെ കാണാനാ പോയത്. അവിടുന്ന് വരുന്ന വഴിയാ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വന്നത്. എന്റെ വീട്ടിലെ ഉണക്കറൊട്ടിയൊക്കെ കഴിക്കും അമ്മ. എന്നാലും പറ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇന്ന് എന്റെ കൈകൊണ്ടുണ്ടാക്കി തരും. വൃന്ദ സന്തോഷവും കൊണ്ട് അവളോട് പറയും, അത് ഒരു ഇഞ്ചിയിട്ട ചായ ഉണ്ടാക്കി തരുമോ? മുട്ടുവേദനയാ. ആ, ചായ ഞാൻ ഉണ്ടാക്കി തരാം. അതേന്നേ, അമ്മയ്ക്ക് വേണ്ടി സമോസ വാങ്ങിച്ചോണ്ട് വാ. അമ്മ ഒന്നും കഴിച്ചില്ലെന്നാ തോന്നുന്നത്. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഇല്ല മോനെ, സമൂസ വേണ്ട. രാമുചേട്ടന്റെ കടയിലെ ലഡുവും മുറുക്കും ഉണ്ട്. രാമുചേട്ടന്റെ കടയിലെ പലഹാരമോ? ഓ, ഇത് കഴിക്കാൻ എത്ര നാളായി കൊതിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം, എന്നിട്ട് 3 പേർക്ക് ഇരുന്ന് കഴിക്കാം. വർഷയ്ക്ക് കുറച്ചൊക്കെ മനസ്സിലായി. പക്ഷെ അവൾ ഒന്നും ചോദിച്ചില്ലായിരുന്നു. അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമാവോന്ന് അവൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അമ്മയ്ക്ക് എത്രത്തോളം സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്തോണ്ടിരുന്നു. ദിനേശും അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. കുറച്ചു ദിവസത്തേക്ക് വൃന്ദ ഇളയ മകൾ വർഷയുടെയും ദിനേശിന്റെ കൂടെ നിന്നു. രണ്ടുപേരും കൂടെ അമ്മേനെ കറക്കി, ഷോപ്പിംഗ് ചെയ്യിപ്പിച്ചു, നല്ല സാരി വാങ്ങിക്കൊടുത്തു. അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം അവർ ചെയ്തു കൊടുത്തു. അവിടുന്ന് പോകുന്ന വഴി വൃന്ദ ഒരു കാര്യം തീരുമാനിച്ചു. വീട്ടിലെത്തിയ ഉടനെ വൃന്ദ അവളുടെ വീടും സ്ഥലവും ഇളയ മകൾ വർഷയുടെ പേരിലാക്കി. കാരണം മൂത്ത മകൾ വലിയ പണക്കാരിയായിരുന്നു. മൂത്ത മകൾക്ക് ഒന്നിന്റെയും കുറവില്ലായിരുന്നു. ഇനി എന്തെങ്കിലും അവൾ കൊടുത്താൽ തന്നെ അവൾ അത് നിരസിക്കുകയും ചെയ്യും. ആവശ്യമുള്ള ഒരു സാധനം അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ അതിന്റെ വില മനസ്സിലാകുള്ളൂ. വർഷയുടെ മനസ്സ് വലുതായിരുന്നു. വർഷയ്ക്ക് ബന്ധങ്ങൾ വലുതു തന്നെയായിരുന്നു. അതുകൊണ്ട് വൃന്ദ ഇളയ മകൾ വർഷനെ തന്നെ സഹായിക്കാമെന്ന് കരുതി. അങ്ങനെ അവളുടെ വീടും സ്വത്തുമെല്ലാം വർഷയുടെ പേരിൽ ആക്കിക്കൊടുത്തു. Thanks for watching.